ദുർഗന്ധം മൂലം ഹൈക്കോടതി നടപടികൾ നിർത്തിവെച്ചു. മരപ്പട്ടിയുടെ വിസർജ്യം മൂലമാണ് ദുർഗന്ധമെന്ന സംശയം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കോടതിയുടെ നടപടികളാണ് നിർത്തിയിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഹൈക്കോടതി നടപടികൾ മരപ്പട്ടി കാരണം നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് അപ്പോൾ അറിയാനാകുന്നത്. സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതിയുടെ തൊട്ടടുത്താണ് മംഗളവനം. മംഗളവനത്തിൽ നിന്നുള്ള ഈ മൃഗങ്ങളാണ് രാത്രികാലങ്ങളിലോ മറ്റേതെങ്കിലും സമയത്തോ കോടതി നടപടികൾ ചേരാത്ത സമയത്ത് കോടതി മുറിക്കുള്ളിലേക്ക് കടക്കുന്നതും ഈ രീതിയിൽ വിസർജ്യം എന്നാണ് കോടതിയുടെ സംശയം. ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജബ്ദർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. രാവിലെ 10:15 കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ കോടതി മുറിയിലേക്ക് ചീഫ് ജസ്റ്റിസ് അടക്കം എത്തിയിരുന്നു. എന്നാൽ ഈ വലിയ ദുർഗന്ധം കോടതി മുറിക്കുള്ളിൽ അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് കോടതിയും അഭിഭാഷകരും ഇക്കാര്യം ചർച്ച ചെയ്യുകയും അത്യാവശ്യം വേണ്ട കേസുകൾ മാത്രം ഇന്ന് കേൾക്കുകയും തുടർന്ന് കോടതി നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇന്നത്തേക്കുള്ള സിറ്റിങ്ങുകൾ എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ സിറ്റിങ്ങിൽ ഇന്ന് പരിഗണിക്കേണ്ട കേസുകളെല്ലാം മറ്റൊരു ദിവസം പരിഗണിക്കും എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. കോടതി മുറിയിൽ അടിയന്തരമായി ശുചീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരമൊരു നടപടി ശുചീകരണത്തിനുള്ള നിർദ്ദേശം നൽകിയത്. ഈ മരപ്പട്ടി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സാന്നിധ്യം മൂലം അല്ലെങ്കിൽ അതിന്റെ വിസർജ്യം മൂലം ആ പരിസരത്തൊക്കെ ഇത്തരം അസഹനീയത അല്ലെങ്കിൽ ശല്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് കോടതി മുറി തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെയും കോടതിയെ സംബന്ധിച്ചും ഇത് വൃത്തിയാക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോടതി നടപടികൾ കോടതി 4ാമത്തെ നിലയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ കോടതി. അതുകൊണ്ട് തന്നെ ആ കോടതി മുറി തുടർന്നും പുനരാരംഭിക്കുന്നത് ഈ ശുചീകരിച്ചതിന് ശേഷമായിരിക്കുമെന്നാണ് കോടതിയിൽ നിന്നുള്ള വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ഹൈക്കോടതിയിൽ മരപ്പട്ടി ശല്യമാണ്. മംഗളവനത്തിൽ നിന്നും ഇത്തരത്തിൽ മൃഗങ്ങൾ വരാറുണ്ട് എന്നുള്ള പ്രശ്നമാണ്. അതിപ്പോൾ ഹൈക്കോടതി നടപടികളെ തന്നെ ബാധിച്ചിരിക്കുന്നതാണ് ശ്യാം ദേവരാജ് റിപ്പോർട്ട് ചെയ്തത്.